പ്രവാസ ലോകത്തെ വാർത്തകൾ. US സ്റ്റുഡൻസ് വിസ റദ്ദാക്കിയതിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യക്കാരെയാണെന്ന് റിപ്പോർട്ട്. 50% ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസയാണ് റദ്ദാക്കിയത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷനാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറക്കിയത്. മാർച്ച് അവസാനം മുതൽ 160 കോളേജുകൾ, സർവകലാശാല സംവിധാനങ്ങൾ എന്നിവിടങ്ങളിലെ കുറഞ്ഞത് 1024 വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുകയോ നിയമപരമായ പദവി അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. വിസ റദ്ദാക്കിയ 327 വിദ്യാർത്ഥികളിൽ 50% ഇന്ത്യക്കാരായിരുന്നു. ബാക്കിയുള്ളവരിൽ 14% ചൈനയിൽ നിന്നുള്ളവരായിരുന്നു. ദക്ഷിണ കൊറിയ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളുടെ വിസയും റദ്ദാക്കിയിരുന്നു. വിസ റദ്ദാക്കിയതിനു പിന്നിൽ പാർക്കിംഗ് പിഴകളും അമിത വേഗതയും ചെറിയ പിഴവുകളുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ സർക്കാരിന്റെ ഈ അപ്രതീക്ഷിത നീക്കം ഹാർവാർഡ്, സ്റ്റാൻഫോർഡ്, മിഷിഗൺ സർവകലാശാല, ഒഹിയോ സ്റ്റേറ്റ് സർവകലാശാല എന്നിവയുൾപ്പെടെ 160-ലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ചില വിദ്യാർത്ഥികൾ സർക്കാരിനെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. 2023-24 അധ്യയന വർഷത്തിൽ 3,30,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ US ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്നിട്ടുണ്ട്. മുൻ വർഷത്തേക്കാൾ 23% വർധന. ഈ കണക്ക് ഇന്ത്യയെ US-ൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള രാജ്യമാക്കി മാറ്റി. എന്നിരുന്നാലും റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടാം ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യ മാസമായ ഫെബ്രുവരിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നൽകിയ വിസകളുടെ എണ്ണം 30% കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആരോഗ്യ മേഖലയിൽ സ്വദേശീവൽക്കരണ നിരക്കുയർത്തി സൗദി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി. സ്വകാര്യ സ്ഥാപനങ്ങളിലെ എക്സ്റേ, ന്യൂട്രീഷൻ, ഫിസിയോതെറാപ്പി, ലബോറട്ടറി എന്നീ ജോലികളിൽ നിശ്ചിത ശതമാനം സൗദി പൗരന്മാരെ നിയമിക്കുന്ന തീരുമാനത്തിന്റെ ആദ്യഘട്ടമാണ് ആരംഭിച്ചത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയതെന്ന് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു. ഏപ്രിൽ 17 മുതലാണ് നിയമം പ്രാബല്യത്തിലായത്. എക്സ്റേ 65%, ന്യൂട്രീഷൻ 80%, ഫിസിയോതെറാപ്പി 80%, മെഡിക്കൽ ലബോറട്ടറികൾ 70% എന്നിങ്ങനെയാണ് സ്വദേശീവൽക്കരണ തോത്. ഈ ശതമാനക്കണക്കിൽ സ്വദേശി ജീവനക്കാരെ നിയമിക്കണം. ഒരു സ്ഥാപനത്തിൽ 10 ലബോറട്ടറി ജീവനക്കാരുണ്ടെങ്കിൽ അതിൽ 7 പേരും സ്വദേശികളായിരിക്കണം. സ്പെഷ്യലിസ്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ വേതനം 7,000 റിയാലും ടെക്നീഷ്യന്റേത് 5,000 റിയാലുമായിരിക്കും. റിയാദ്, മക്ക, മദീന, ജിദ്ദ, ദമാം, അൽ ഗോബർ എന്നീ പ്രധാന നഗരങ്ങളിലെ ഒന്നോ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മുഴുവൻ സ്ഥാപനങ്ങളും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള വൻകിട ആരോഗ്യ സ്ഥാപനങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. രണ്ടാം ഘട്ടം ഈ വർഷം ഒക്ടോബർ 17 നടപ്പാക്കും. അവശേഷിക്കുന്ന പ്രദേശങ്ങളിലെ ചെറുതും വലുതുമായ എല്ലാ സ്ഥാപനങ്ങളും ഈ ഘട്ടത്തിൽ ഉൾപ്പെടും. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളും മാർഗനിർദ്ദേശങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കും സ്വദേശികളുമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്കുമേൽ പിഴ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളുണ്ടാവും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെനീസ് യാത്രയ്ക്ക് ചെലവേറും. പകൽ സമയത്ത് മാത്രം സന്ദർശനത്തിന് എത്തുന്നവർക്കുള്ള പ്രവേശന ഫീസ് പുനരാരംഭിച്ചു. വിനോദസഞ്ചാരികളുടെ അമിതമായ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും രാത്രി തങ്ങാതെ പകൽ സമയത്ത് സന്ദർശിച്ച് തിരിച്ചുപോരുന്ന രീതി നിരുത്സാഹപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഫീസ് നടപ്പിലാക്കിയത്. കഴിഞ്ഞ വർഷമാണ് ഈ പദ്ധതി വെനീസ് ആദ്യമായി അവതരിപ്പിച്ചത്. ഈ നടപടി സന്ദർശകരുടെ എണ്ണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയില്ലെങ്കിലും രാജ്യത്തിന് വരുമാനം ലഭിച്ചു. 5 യൂറോയാണ് പ്രവേശന ഫീസ്. എന്നാൽ അവസാന നിമിഷം യാത്ര തീരുമാനിക്കുന്നവർക്ക് 10 യൂറോ ചാർജ് ഈടാക്കും. ഈ വർഷത്തെ ലെവി വെള്ളിയാഴ്ച മുതൽ ഈടാക്കി തുടങ്ങി. കഴിഞ്ഞ വർഷം 29 തീയതികളിലാണ് പകൽ പ്രവേശന ഫീസ് ഈടാക്കിയതെങ്കിൽ ഇക്കൊല്ലം 54 തീയതികളിൽ ഫീസ് ഈടാക്കും. ഏപ്രിൽ 18 മുതൽ മെയ് 4 വരെ തുടർച്ചയായ തീയതികളിൽ ഫീസ് ഈടാക്കും. മെയ് മുതൽ ജൂലൈ അവസാനം വരെ എല്ലാ വെള്ളി, ശനി, ഞായർ തീയതികളിലും ഇത് തുടരും. സന്ദർശകർ രാവിലെ 8:30 വൈകുന്നേരം 4 സമയത്ത് ഫീസ് അടയ്ക്കേണ്ടതാണ്. നേരത്തെ ബുക്ക് ചെയ്ത് കുറഞ്ഞത് 3 ദിവസം മുമ്പെങ്കിലും QR കോഡ് ഡൗൺലോഡ് ചെയ്യുന്നവർക്കാണ് പ്രവേശനം അനുവദിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് വിമാനത്താവളത്തിലെത്തുന്നവർക്ക് ഇനി മുതൽ പാസ്പോർട്ട് പരിശോധനയ്ക്കായി കാത്തു നിൽക്കേണ്ട. യാത്രാ നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തിയാക്കാൻ സ്മാർട്ട് ഗേറ്റുകൾ സഹായിക്കും. ദുബായ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പുതിയ സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇതിലൊന്നാണ് അടുത്തിടെ സജ്ജമാക്കിയ സ്മാർട്ട് ഗേറ്റ് സംവിധാനം. മിനിറ്റുകൾക്കുള്ളിൽ സ്മാർട്ട് ഗേറ്റുകളിലൂടെ പാസ്പോർട്ട് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ സാധിക്കും.
UAE GCC പൗരന്മാർ, UAE താമസക്കാർ, ബയോമെട്രിക് പാസ്പോർട്ടുള്ള വിസ ഓൺ അറൈവൽ യാത്രക്കാർ എന്നിവർക്ക് ഈ സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും. സ്മാർട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നതിന് പ്രത്യേക രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. ദുബായ് വിമാനത്താവളത്തിലെത്തുമ്പോൾ പാസ്പോർട്ട് കൺട്രോൾ ടച്ച് പോയിന്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് രേഖകളൊന്നും സ്കാൻ ചെയ്യാതെ തന്നെ ഗേറ്റ് കടന്നു പോകാൻ സാധിക്കും. അന്താരാഷ്ട്ര യാത്രക്കാരിൽ ഭൂരിഭാഗവും സ്മാർട്ട് ഗേറ്റിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവരാകും. ഇതിനു പുറമെ വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ, ഇമിഗ്രേഷൻ, ലോഞ്ച് പ്രവേശനം, ബോർഡിംഗ് എന്നിവ വേഗത്തിലാക്കാൻ മുഖം തിരിച്ചറിയൽ സാങ്കേതികവിദ്യയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യാത്രാ നടപടികൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതവും ആക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 500 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ കഴിയുന്ന ഫ്ലൈയിങ് കാർ UAEയിൽ അവതരിപ്പിച്ചു. 2027 പദ്ധതി പൂർത്തിയാകും. ഹോളണ്ട് ആസ്ഥാനമായുള്ള മൊബിലിറ്റി സൊല്യൂഷൻ പ്രൊവൈഡർ ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പാർക്കിൽ അവരുടെ പറക്കും കാർ PALV ലിബർട്ടി അവതരിപ്പിച്ചു. $8 ലക്ഷം പറക്കും കാറിന്റെ വില. ഫ്ലൈയിങ് കാറിൽ 2 പേർക്ക് യാത്ര ചെയ്യാം. 20 കിലോ ലഗേജും കൊണ്ടുപോകാം. 10 മീറ്ററിനും 3500 മീറ്ററിനും ഇടയിലുള്ള ഉയരത്തിലായിരിക്കും കാറിന്റെ സഞ്ചാരപാത. ദുബൈയിൽ നിന്ന് ബഹ്റിനിലേക്ക് വെറും 2 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് എത്താം. റിയാദിൽ നിന്ന് കുവൈറ്റിലേക്ക് 2 മണിക്കൂറും 40 മിനിറ്റും കൊണ്ട് എത്താനും ഫ്ലൈയിങ് കാർ യാത്ര വഴി സാധിക്കും. ഒരു കമ്പസ്റ്റർ എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്ന കാറിന് പൂർണ്ണ ഇന്ധന ടാങ്കിൽ 500 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ സാധിക്കും. താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ഇത് അടിയന്തര സാഹചര്യങ്ങൾ, അതിർത്തി പെട്രോളിംഗ്, തീരസംരക്ഷണം, മറ്റ് സൈനിക ആവശ്യങ്ങൾ എന്നിവയിൽ ഡോക്ടർമാരെ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗത്തിലെത്തിക്കാൻ സഹായിക്കും. UAEയിലെ വ്യക്തികളുടെ സ്വകാര്യ ഉപയോഗത്തിന് ഫ്ലൈയിങ് കാർ അനുവദിക്കുമോ എന്ന് UAE അധികാരികൾ തീരുമാനമെടുക്കുമെന്ന് കമ്പനി പറഞ്ഞു. നിലവിൽ ആർച്ചർ ഏവിയേഷനും ജോബിയും UAEയിൽ പറക്കും ടാക്സികൾ ആരംഭിക്കാനുള്ള പ്രക്രിയയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.